എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 മെയ് മാസത്തെ വൃശ്ചികൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വൃശ്ചികൻ രാശിയിൽ വരുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി 5-ൽ സഞ്ചരിക്കുന്ന കാലയളവാണ്. മെയ് 14 വരെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 7-ലും തുടർന്ന് 8-ലും സഞ്ചരിക്കുന്നു. രാഹു 4-ലും കേതു 10-ലും സഞ്ചരിക്കുന്ന, അതായത് മെയ് 18 മുതൽ രാഹു കേതുക്കളും മാറുന്നുണ്ട്. അപ്പോൾ രാഹു 4-ലും കേതു 10-ലും സഞ്ചരിക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ പൊതുവിൽ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ അനുകൂലമാണ്. സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും സന്താന ഭാഗ്യവും സന്താന ഗുണവും ദാമ്പത്യ സുഖവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. എന്നാൽ രണ്ടാം പകുതിയിൽ ഈശ്വരാധീനത്തിന് ചെറിയ മറവ് വരുന്നുണ്ട്. കാര്യതടസ്സങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ രണ്ടാം പകുതിയിൽ പ്രത്യേകിച്ച് വളരെ കരുതലോടെ മുന്നോട്ട് പോകേണ്ടതാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുവിൽ അനുകൂല സമയം ആയിട്ടുള്ള ഒരു കാലയളവാണ്. അതുകൂടാതെ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. എങ്കിലും ഇടവിട്ട് കാര്യതടസ്സങ്ങളൊക്കെ രണ്ടാം പകുതിയിൽ, മെയ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വന്നു ചേരാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കുന്നതിനായിട്ട് വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമാവുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.